അപ്പൊ ഇനി നമുക്കിപ്പോ സമയം നമ്മൾ എങ്ങനെ അളക്കുന്നു എന്ന് പറഞ്ഞാല് അത് സൂര്യൻ പൊന്തിക്കൊണ്ട് വരുന്നതായിട്ട് നമുക്ക് കാണുന്നു. സൂര്യൻ ഉദിക്കുന്നു, എങ്ങനെ പൊന്തിക്കൊണ്ട് വരുന്നതായിട്ട് കാണുന്നു. അപ്പൊ ഒരു മണിക്കൂർ എന്ന് പറയുന്നത് 360 ഡിഗ്രി ഈക്വൽ ടു 24 അവേഴ്സ് നമ്മൾ ആദ്യം പറഞ്ഞു. അതുകൊണ്ട് നമ്മുടെ ഒരു കോൺസെപ്റ്റ് ആണ്. അത് വളരെ മുമ്പ് തന്നെ ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ ഒരു ഇതുള്ളത് 360 ഡിഗ്രിയാണ്. ഇത് ജോമെട്രിക്ക് പോകുമ്പോൾ നമുക്ക് പൈത്തഗോറസിനെ അറിയാം. പൈത്തഗോറസ് ജീവിച്ചിരുന്നത് 570കളിലാണ് BC, ബിഫോർ ക്രൈസ്റ്റ്. അത്ര മുമ്പേ തന്നെ ഈ കണക്കുകളൊക്കെ മനസ്സിലാക്കിയിരുന്നു, അതറിയാം. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഇന്നാ ഉമ്മത്തുൻ ഉമ്മീയത്തുൻ ലാ നഖ്തു വലാ നഖ്തു. ഈ അറബികൾക്ക് അതൊന്നും അന്ന് അറിയുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഖുർആൻ വന്നതിന് ശേഷമാണ് അറബികൾ പിന്നീട് മുന്നേറുകയും ഇത് വളരെയധികം ഡെവലപ്പ് ചെയ്യുകയും ചെയ്തത്. അതിനുശേഷമാണ് എല്ലാ അറിവുകളും വരുന്നത്. അപ്പൊ ഇത് സൂര്യൻ ഉദിച്ച് ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്കിപ്പോ സൂര്യനെ അളന്നാൽ എത്ര ഉയരത്തിൽ ഇത്ര സമയമായി എന്നറിയാം. പണ്ട് കാലത്ത് അവര് പറഞ്ഞിരുന്നത് ഒരു അമ്പിന്റെ നീളം എന്നൊക്കെയാണ്, ഉയരം എന്നൊക്കെയാണ്. അപ്പൊ അത് അളക്കാൻ വേണ്ടി അറബികൾ ഒരു ഇൻസ്ട്രുമെന്റ് ഉണ്ടാക്കിയിരുന്നു. അത് എന്താന്ന് പറഞ്ഞാല് ഒരു ക്വാർട്ടർ ഇതാണ്, ഇങ്ങനെയുള്ള ഒരു ആർക്കാണ്. അത് 90 ഡിഗ്രീസ് ആണ്. 90 ഡിഗ്രീസിലുള്ള ഒരു സാധനം ഇതിൽ ഇവിടെ ഒരു ചെറിയൊരു ഹോൾ ഇട്ടിട്ടൊരു നൂല് ഉണ്ടാവും. എന്നിട്ട് ഇത് ഇങ്ങനെ പിടിച്ചാൽ ആ നൂലിൽ ഒരു വെയിറ്റ് തൂക്കിയാൽ അത് നേരെ നിൽക്കും. അപ്പൊ ഈ സാധനം ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ സൂര്യൻ എത്ര ഡിഗ്രി ഉയരം വന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് അളക്കാൻ പറ്റും. വളരെ മുമ്പ് അറബികൾ ഉണ്ടാക്കിയ ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. ഇത് പറയുന്നത് റുബോൽ മുജയ്യിബ് എന്നാണ്. റുബോൽ മുജയ്യിബ്, റുബോൽ മുജയ്യിബ്. ഈ സാധനമാണ് ഇവിടെ ഡിഗ്രി ഉണ്ടാവും. 90 ഡിഗ്രിയാണ് ഉണ്ടാവും, ഈ ആർക്കുണ്ടാവും. അപ്പൊ ഇത് ഇങ്ങനെ വെച്ച് നോക്കിയാൽ ആ നൂൽ തോന്നുന്നതിന്റെ അടുത്ത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ആംഗിൾ നോക്കിയാൽ ഇത്ര ഡിഗ്രി സൂര്യൻ പൊന്തി എന്നുള്ളത് മനസ്സിലാവും. അപ്പൊ സൂര്യൻ എത്ര ഡിഗ്രി പൊന്തുമ്പോഴാണ് ഒരു മണിക്കൂർ ആവുന്നതിന്റെ കണക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഈ 360 ഇതിന് 24 മണിക്കൂർ കൊണ്ട് ഹരിച്ചാൽ നമുക്ക് ഒരു മണിക്കൂറിൽ എത്ര ഡിഗ്രി എന്നുള്ളത് കിട്ടും. അപ്പൊ 15 ഡിഗ്രി ഉയർന്നു നമുക്ക് മനസ്സിലാവും. ഇതിൽ 15 ഡിഗ്രി കിട്ടിയിട്ടുണ്ടെങ്കിൽ അത്രയും പൊന്തിയെന്ന് മനസ്സിലാക്കാൻ അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 1 മണിക്കൂർ, 2 മണിക്കൂർ, 3 മണിക്കൂറിന്റെ കണക്ക് നമുക്ക് കൂട്ടാൻ പറ്റും. ഇത് സമയം അളക്കാനുള്ള ഒരു ഇൻസ്ട്രുമെന്റ്. ഇത് ഉപയോഗിച്ച് തന്നെ നമുക്ക് ചന്ദ്രന്റെ ഈ സൂര്യന്റെയും തമ്മിലുള്ള അകലവും അളക്കാം. ഇത് എത്ര അകലം ഉണ്ട്, അതാണ് ഈ ദിവസത്തിന്റെ ഇത്. മണിക്കൂർ ഇതിന്റെ അടുത്ത് പോയിക്കൊണ്ടിരിക്കും. പക്ഷെ ചന്ദ്രന്റെ ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ ചന്ദ്രൻ ഒരു മണിക്കൂറിൽ 12 ഡിഗ്രി മാത്രമേ പോകുള്ളൂ. അത് കാരണം ഭൂമി ചുറ്റുന്നതിന്റെ കൂടെ തന്നെ അത് പിന്നിലേക്ക് പോകുന്നതുകൊണ്ടാണ് ഈ 12ഉം ഈ 15 ഡിഗ്രിയും കിട്ടുന്നത്. അപ്പൊ ഇതൊക്കെ നമുക്ക് ഇതുകൊണ്ട് അളന്ന് നോക്കി പരിചയിച്ചാൽ നമുക്ക് ഇതെല്ലാം മനസ്സിലാക്കാൻ പറ്റും. പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവില്ല എളുപ്പത്തിൽ. ഇത് പ്രാക്ടിക്കലായിട്ട് ചെയ്താൽ മാത്രമേ ഇത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ പറഞ്ഞല്ലോ പൈത്തഗോറസ് 570 BC-യിലാണ് ജീവിച്ചത്. അദ്ദേഹം വലിയൊരു മാത്തമെറ്റിഷ്യൻ ആയിരുന്നു. അവർക്കൊക്കെ ഈ ഭൂമി ഗോളമാണെന്നുള്ളത് അന്നേ അറിയാമായിരുന്നു. അത് ചുറ്റുന്നുണ്ടെന്നും അറിയാം, ഇതൊക്കെ അറിയാം. ഇത് അളക്കാനും പറ്റും. അപ്പൊ ഭൂമിയുടെ സർക്കംഫറൻസ് ഇങ്ങനെ 360 ഡിഗ്രിയാണ്. അപ്പൊ ഒരു ഡിഗ്രി 60 മൈലാണ്. അപ്പൊ ഇതൊക്കെ നമുക്ക് ഭൂമിയുടെ സർക്കംഫറൻസ് എത്ര ഡിഗ്രി ഉണ്ടാവുന്നുള്ളത് നമുക്ക് കിട്ടും. ഇതൊക്കെ കണക്കാണ്, വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഇത് സാധാരണ ജനങ്ങളൊന്നും മനസ്സിലാക്കിയിരുന്നില്ല. ഈ അറിവുകളൊക്കെ ഓരോ ചെറിയ ചെറിയ വ്യക്തികളിൽ മാത്രമാണ് അന്നുണ്ടായിരുന്നത്. പൊതുജനങ്ങൾക്ക് ഇന്നും അറിയില്ല. ഇന്നും അങ്ങനെ തന്നെയാണ് പൊതുജനങ്ങൾക്ക് എത്തുന്നത്. ഇന്നും ജനം തന്നെയാണ്. അതുകൊണ്ടാണ് ഈ സത്യങ്ങൾ ആളുകൾ ശരിക്കും മനസ്സിലാക്കാത്തത്. ഇത് കാര്യങ്ങൾ വളരെ എളുപ്പമാണ്, കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള സൂത്രം, അതാണ് ഈ പൈത്തഗോറസ് തിയറം എന്ന് പറയുന്നത്.
ഇപ്പൊ നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് പിന്നെ ഇത്ര ദൂരാണ് അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധനത്തിന്റെ ഉയരം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഈ ഡിസ്റ്റൻസ് നമുക്കറിയാം. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഡിഗ്രി എത്രയാണെന്ന് ഇത് അളന്നു കഴിഞ്ഞാൽ, ഈ ഡിഗ്രി അറിഞ്ഞാൽ നമുക്ക് ഈ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതിന് ഉയരം എത്രയാണെന്ന് അതിൽ കയറിയിട്ട് അളക്കണമെന്നില്ല. നമുക്ക് ഈ താഴെയുള്ള ഡിസ്റ്റൻസ് മെഷർ ചെയ്തിട്ട് ഈ ഡിസ്റ്റൻസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതിന്റെ മേലെ കയറിയിട്ട് നോക്കണമെന്നില്ല. തിയറീസ് ആണ്. ഈ തിയറംസ് വളരെ മുമ്പ് തന്നെ കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഈ പൈത്തഗോറസ് ആണ് കുറെയൊക്കെ ഈ തിയറംസ് കണ്ടുപിടിച്ചിട്ടുള്ളത്.